നമസ്കാരം. ഭാരതത്തിന്റെ ആണവായുധ ശേഖരത്തിലുണ്ടായ വർധനവും അതിനെ തുടർന്ന് തെക്കേ ഏഷ്യൻ മേഖലയിൽ രൂപപ്പെടുന്ന പുതിയ സുരക്ഷാ സാഹചര്യങ്ങളും ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ സിപ്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഭാരതം തങ്ങളുടെ ആണവായുധങ്ങളുടെ എണ്ണം 190ലേക്ക് ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനേക്കാൾ വ്യക്തമായ മേധാവിത്വം കൈവരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ കാലയളവിൽ തന്നെ ചൈന തങ്ങളുടെ ആണവ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുന്നത് ഭാരതത്തിന്റെ സുരക്ഷാ മുൻഗണനകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള പരമ്പരാഗത വെല്ലുവിളികളും മറുവശത്ത് ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക ആധുനീകരണവും നേരിടേണ്ടി വരുന്ന ഭാരതത്തിന് ഇതൊരു ഇരട്ട പ്രതിരോധ സമസ്യയാണ് സമ്മാനിക്കുന്നത്. കേവലം പ്രാദേശികമായ ഒരു മത്സരത്തിനും അപ്പുറം ആഗോള തലത്തിൽ തന്നെ ആണവായുധങ്ങൾ രാജ്യങ്ങളുടെ സുരക്ഷാ നയങ്ങളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഭാരതത്തിന്റെ ആണവ നയം എപ്പോഴും പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് മുതിരാതെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ക്രമാനുഗതമായ വികാസത്തിലാണ് ഊന്നിയിട്ടുള്ളതെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 10 വാർഹെഡുകളുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. മുൻകാലങ്ങളിൽ പാകിസ്ഥാനെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഭാരതത്തിന്റെ പ്രതിരോധ ആസൂത്രണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈനയാണ് ഭാരതത്തിന്റെ ആണവ നയ രൂപീകരണത്തിലെ പ്രധാന മാനദണ്ഡം. ചൈനയുടെ ഏത് കോണിലും എത്തിച്ചേരാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിലേക്കും ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഭീഷണിയെ പ്രതിരോധിക്കാൻ തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ശാന്തമായ അന്തരീക്ഷത്തിലും ചെറിയ തോതിൽ ആണവായുധങ്ങൾ മിസൈലുകളിൽ ഘടിപ്പിച്ച് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് ഭാരതവും ചൈനയും മാറിയിട്ടുണ്ടെന്ന കണ്ടെത്തൽ ഈ രാജ്യങ്ങളും എപ്പോഴും ഒരു യുദ്ധസന്നദ്ധ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആണവ വ്യാപനം മറ്റ് ഏത് ആണവ ശക്തികളെക്കാളും വേഗതയേറിയതാണെന്ന് സിപ്രിയുടെ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. തങ്ങളുടെ വടക്കൻ മേഖലകളിൽ നൂറുകണക്കിന് മിസൈൽ സൈലുകൾ സ്ഥാപിച്ചും കിഴക്കൻ മലനിരകളിൽ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചും ചൈന തങ്ങളുടെ ആണവശേഷി 620ലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തുല്യമായ രീതിയിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തമാക്കാൻ ചൈനയ്ക്ക് സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ ആണവ ശേഖരം ഭാരതത്തിന്റെ 3 ഇരട്ടിയോളം ആണ് എങ്കിലും അമേരിക്കയുടെയോ റഷ്യയുടെയോ ആകെ ശേഖരത്തിന്റെ 4/1 മാത്രമേ ഇത് വരുന്നുള്ളൂ. എങ്കിൽ പോലും ഏഷ്യൻ ഭൂപ്രദേശത്തെ ശക്തി സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കാൻ ഇതിന് സാധിക്കും. ചൈനയുടെ ഈ ഭീമാകാരമായ വളർച്ച ഭാരതത്തിന് മേൽ വലിയ തന്ത്രപരമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാനുമായുള്ള ഭാരതത്തിന്റെ ബന്ധം ഇപ്പോഴും അങ്ങേയറ്റം സങ്കീർണവും അസ്ഥിരവുമായി തുടരുകയാണ്. തങ്ങളുടെ ആണവ ശേഖരത്തിൽ പെട്ടെന്ന് എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിലും പുതിയ വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ആണവ സാമഗ്രികൾ ശേഖരിക്കുന്നതിലും പാകിസ്ഥാൻ ഇപ്പോഴും സജീവമാണ്. ഇത് വരും ദശകങ്ങളിൽ അവരുടെ ആണവശേഷി വലിയതോതിൽ വർദ്ധിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. സമീപകാലത്ത് ഈ രാജ്യങ്ങളും തമ്മിലുള്ള ചുരുങ്ങിയ ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ ആണവ പ്രസക്തിയുള്ള വ്യോമ മിസൈൽ താവളങ്ങൾക്ക് നേരെ ഭാരതം ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ എത്രത്തോളം വഷളാണെന്ന് കാണിക്കുന്നതാണ്. എന്നാൽ ഇരുപക്ഷവും വളരെ വിവേകത്തോടെ പെരുമാറിക്കൊണ്ട് മാത്രമാണ് അന്നത്തെ സാഹചര്യം ഒരു ആണവ യുദ്ധത്തിലേക്ക് വഴിമാറാതെ ഒഴിവായത്. എങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഭാരതത്തിന് ഒരിക്കലും പൂർണ്ണമായി അവഗണിക്കാൻ സാധിക്കില്ല. ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ ആണവായുധ നിരോധന കരാറുകളുടെയും അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളുടെയും പ്രസക്തി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആണവ വ്യാപന നിരോധന കരാറിന്റെ അവലോകന സമ്മേളനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നത് ആഗോള സുരക്ഷാ ക്രമത്തിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും ഇത്തരം കരാറുകൾക്ക് പുറത്താണ് എങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള സുതാര്യക്കുറവും ചർച്ചകളുടെ അഭാവവും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രതിസന്ധി പരിഹാര ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള 9 ആണവ ശക്തികളും തങ്ങളുടെ ആയുധങ്ങൾ ആധുനീകരിക്കുന്നതിനായി വൻതോതിൽ പണം ഒഴുക്കുകയാണ്. അമേരിക്കയും റഷ്യയും ഇപ്പോഴും ലോകത്തിലെ ഭൂരിഭാഗം ആണവായുധങ്ങളും കൈവശം വയ്ക്കുകയും അവ അതീവ ജാഗ്രതയോടെ വിന്യസിക്കുകയും ചെയ്യുമ്പോൾ അത് പുതിയൊരു ആയുധ മത്സരത്തിന് ആക്കം കൂട്ടുന്നു. ഈ ഒരു ആഗോള സാഹചര്യത്തിൽ തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഭാരതത്തിന് തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി ശക്തമായി നിലനിർത്തുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലാതെ വരുന്നു. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ആണവായുധങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.